ഈ ഹജ്ജിന്റെ മഖാസിദുകൾ ലക്ഷ്യങ്ങൾ നമ്മൾ എണ്ണി പറയുമ്പോൾ ആ ലക്ഷ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കഫാറത്ത് കൊടുത്ത് രക്ഷപ്പെടാൻ സാധിക്കൂല. അല്ല, ഒരു പ്രായശ്ചിത്തം കൊടുത്ത് രക്ഷപ്പെടാൻ സാധിക്കൂല. പ്രായശ്ചിത്തമല്ല ഇതിന്. ഏതുപോലെ എന്ന് വെച്ചാൽ നോക്കൂ, നമസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ സഹുവിന്റെ സുജൂദ് ഉണ്ടല്ലോ, മറവിയുടെ സുജൂദുണ്ട് ഇല്ലേ? എന്നാൽ ഖുശൂ നഷ്ടപ്പെട്ട മറവിന്റെ സുജൂദുണ്ടോ? ഇല്ലല്ലോ. എന്തല്ലാത്തത്? അത് ഒരു സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണെന്ത്? ഖുശൂ. അതുപോലെയാണ് ഈ ഹജ്ജിനെ കുറിച്ച് നമ്മൾ ഇനി പറയാൻ പോകുന്ന ലക്ഷ്യങ്ങൾ, മഖാസിദുകൾ എന്ന് പറയുന്നത് ഒരു പ്രായശ്ചിത്തം കൊണ്ട് തീർക്കാൻ കഴിയില്ല. കാരണം അതിനേക്കാൾ മുകളിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നവർ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. ഒരു കർമ്മം എന്തിനു വേണ്ടി നിർവഹിക്കുന്നു എന്ന അറിവാണ് അതിൻ്റെ ലക്ഷ്യം. ഹജ്ജ് ഇന്ന് കേവലം ബാഹ്യമായ ചടങ്ങുകളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരല്ല. നോക്കൂ, ഹജ്ജിനെ പോലെ ഉന്നത ലക്ഷ്യമുള്ള ഒരു കർമ്മം നമുക്ക് വേറെ കാണാൻ സാധ്യമല്ല. സ്വർഗമാണ് ഹജ്ജിന് പ്രതിഫലമായി ലഭിക്കുന്നത്. ഹജ്ജ് സത്യത്തിൽ ഒരു യാത്ര മാത്രമല്ല. യാത്രയിലൂടെയുള്ള ഇബാദത്താണല്ലോ ഹജ്ജ്. എന്നാൽ അതൊരു യാത്ര മാത്രമല്ല, ബൗദ്ധികമായൊരു യാത്ര മാത്രമല്ല, മറിച്ച് ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പവിത്രമായ ദിവ്യമായ ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ, ഏതൊരു കർമ്മത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അതിലടങ്ങിയിട്ടുള്ള ഹിക്മത്തുകളാണ്, അതിൻ്റെ ജ്ഞാനങ്ങളാണ്, അതിലടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളാണ്. അള്ളാഹു ഒരു കാര്യം നിർബന്ധമാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അത് നാം ഓർക്കണം. നോക്കൂ, നാം മുസ്ലിങ്ങളാണല്ലോ. മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഒരുപാട് ഇബാദത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വലാത്ത്, സിയാമ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി ഒരുപാടെണ്ണം. മാതാപിതാക്കളെ ഒരു നന്മ ചെയ്യൽ, കുടുംബ ബന്ധം ചേർക്കൽ, സഹജീവികളോട് നന്മ ചെയ്യൽ, വിശ്വസ്തത പാലിക്കൽ, ഇങ്ങനെ ഒരുപാട് സംഗതി. എല്ലാ ഇബാദത്തുകൾക്കും നാം അറിയേണ്ടത് രണ്ട് വശമുണ്ട്. ഒന്നാമത്തെ വശം അതിൻ്റെ ബാഹ്യമായ വശമാണ്. ബാഹ്യമായി കാണുന്ന ആരാധനയുടെ മുഖം. ഒരു അടിമ നിർവഹിക്കുന്ന വാക്കുകളും പ്രവൃത്തികളുമാണ് അതിൻ്റെ ബാഹ്യമായ വശം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, അതാണ് നമ്മുടെ വിഷയം. അത് ആരാധനയുടെ യഥാർത്ഥ സാരാംശമാണ്. അത് ആരാധനയുടെ രഹസ്യമാണ്. അതാണ് ആരാധനയുടെ ഹൃദയം. അതാണ് അതിൻ്റെ യഥാർത്ഥ ആത്മാവ്. ഇത് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു ഉദാഹരണം പറയാം. ഉദാഹരണമാണ് നോമ്പ്, സൗമ് എന്ന് പറയുന്നത്. സൗമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യമായ രൂപം എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, അല്ലേ? ഫജ്ർ മുതൽ മഗ്രിബ് വരെ, ഇതാണല്ലോ നോമ്പ്. ഇത് ഇങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് നോമ്പായി, അല്ലേ? നോമ്പായി. പക്ഷേ നോമ്പിൻ്റെ അടിസ്ഥാനം എന്താണ്? തത്വം എന്താണ്? രഹസ്യം എന്താണ്? ഉൾക്കാമ്പ് എന്താണ്? അത് അള്ളാഹു പഠിപ്പിച്ചത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. അഥവാ തഖ്വയുള്ളവരായി മാറാൻ, അതിനാണ് എന്ത്? നോമ്പ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തഅമഹു വശറാബഹു. അനാവശ്യമായ വാക്കുകളും പ്രവൃത്തികളും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്താണ് ഇത് അർത്ഥമാക്കുന്നത്?
ഒരാൾ സാധാരണ ബാഹ്യമായ നോമ്പനുഷ്ഠിച്ചു എന്ന് വെക്കുക, എന്നിട്ട് അയാളിൽ നിന്ന് മോശമായ വാക്കുകളും സംസാരങ്ങളും ഉണ്ടായി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകുമോ? അങ്ങനെ സംഭവിച്ചാൽ അന്ന് അവൻ ബാക്കി നോമ്പ് പൂർത്തിയാക്കണോ? ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരെങ്കിലും എണ്ണിയോ ഈ മോശമായ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നോമ്പ് മുറിയുന്ന കാര്യമായിട്ട്? ഇല്ലല്ലോ, ഒരിക്കലും എണ്ണിയിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത് നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നോമ്പിൻ്റെ പവിത്രത ഈ സംഗതികളൊക്കെ ഹനിച്ചു കളയും എന്നാണ്, അല്ലേ? ഇത് നമ്മൾ ഉദാഹരണമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഓരോ സംഗതികളും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാഹ്യമായ വശമുണ്ട്, എല്ലാത്തിനും ഒരു ബാഹ്യമായ വശമുണ്ട്. അതിനൊരു ആന്തരികമായ വശവുമുണ്ട്. ആ ആന്തരികമായ വശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഈ കാര്യം നോമ്പിനെ സംബന്ധിച്ച്. ഇനി നോക്കൂ, നമ്മൾ ഒരു ഉദാഹരണം കൂടി പറയാം. സ്വലാത്ത് മറ്റൊരു ഇബാദത്താണല്ലോ. സ്വലാത്തിലേക്ക് വന്ന് നോക്കൂ. നമുക്കെല്ലാവർക്കും അറിയാം, സ്വലാത്ത് എന്നത്, നമസ്കാരം എന്നത് ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ്. 5 നേരം ഒരു നമസ്കാരം നിർവഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ സ്വലാത്തിന് ഒരു ബാഹ്യമായ രൂപമുണ്ടല്ലോ, അല്ലേ? നമ്മൾ കഴിയുമെങ്കിൽ നമ്മൾ നിന്ന് നമസ്കരിക്കണം, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണം, ഫാത്തിഹ ഓതണം, റുക്കൂഅ് വേണം, സുജൂദ് വേണം, ഇഅ്തിദാൽ, ഇങ്ങനൊരു ബാഹ്യമായ രൂപമുണ്ടല്ലോ, അല്ലേ? സ്വലാത്തിന് നാം സാധാരണ നിർബന്ധമായ കാര്യങ്ങൾ സ്വലാത്തിലുണ്ട്, സുന്നത്തായ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? ഇതൊക്കെ ഫിഖ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? എന്നാൽ സത്യത്തിൽ ഇതാണോ നമസ്കാരത്തിൻ്റെ റൂഹ്, ആത്മാവെന്ന് പറയുന്നത്? ആണോ? എന്താണോ ആത്മാവ് അതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് സത്യത്തിൽ നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്? അത് ഖുശൂ അല്ലേ? നമസ്കാരത്തിലെ ഭയഭക്തിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് പിരിഞ്ഞു പോകുന്ന ആളുകളോട് പറഞ്ഞില്ലേ, ചില ആളുകളുടെ നമസ്കാരം പകുതിയായിരിക്കും അതിൻ്റെ ഫലമുണ്ടാവുക. ചിലർക്ക് 1/4 ആയിരിക്കും, ചിലർക്ക് 1/3 ആയിരിക്കും, ചിലർക്ക് 1/5 ആയിരിക്കും, ചിലർക്ക് 1/6 ആയിരിക്കും. ഇങ്ങനെ നബി എണ്ണി 1/10 വരെ എണ്ണി. എന്നിട്ട് നബി പറഞ്ഞു, വലൈസ ലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖൽ. ഒരു മനുഷ്യന് നമസ്കാരത്തിൻ്റെ ഓഹരിയായി, അവൻ്റെ പ്രതിഫലമായി ലഭിക്കുക, നമസ്കരിക്കുമ്പോൾ അവൻ എന്തുമാത്രം അതിൽ ശ്രദ്ധ കൊടുത്തു അതിനനുസരിച്ചായിരിക്കും എന്നർത്ഥം. ശരി, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നമസ്കരിച്ചു നോക്കുക, ബാഹ്യമായ എല്ലാ സംഗതികളും ഉള്ള നമസ്കാരം നിർവഹിച്ചു, പക്ഷേ അതിൽ ഖുശൂ ഉണ്ടായില്ല എന്ന് വെക്കുക. നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ശൈത്താൻ വന്നു നമ്മളെ ഖുശൂഇനെ കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ സലാം വീട്ടുമ്പോഴാണ് നമസ്കാരത്തിലാണ് എന്ന് നമുക്ക് ഓർമ്മ വന്നത്. ഈ നമസ്കാരം ശരിയാണോ തെറ്റാണോ? ഇത് മഖ്ബൂലാണോ മർഫൂദാണോ? ഇത് സ്വീകരിക്കുന്ന നമസ്കാരമാണോ? അല്ല, ഈ നമസ്കാരം തള്ളുമോ? ഫിഖ് അനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഒരിക്കലും ഈ നമസ്കാരം തള്ളുകയില്ല. ആ നമസ്കാരം വീണ്ടും നിർവഹിക്കേണ്ടതുമില്ല. കാരണം അതിൻ്റെ ബാഹ്യമായ വശങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആന്തരികമായ വശങ്ങളോ? ആന്തരികമായ വശം ഖുശൂ ആയിരുന്നു, അതതിൽ വന്നിട്ടില്ല. അപ്പം എന്താ സംഭവിച്ചത്? നമസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. നോക്കൂ, ഇബാദത്തുകൾ ഇപ്രകാരം ആത്മാവ് നഷ്ടപ്പെട്ടതാകാൻ പാടില്ല. ഇങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പണ്ഡിതന്മാർ ഈ എല്ലാ ഇബാദത്തുകൾക്കും അതിന് ചില മഖ്സദുകൾ പറഞ്ഞിട്ടുണ്ട്. മഖ്സദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമാണ്. അതൊരു ലക്ഷ്യമുണ്ട്. ഇത് നിർവഹിച്ചാൽ, ഈ കർമ്മം നിർവഹിച്ചാൽ അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതിനാണ് ഞാൻ നോമ്പ് ഉദാഹരണം പറഞ്ഞത്, നമസ്കാരം ഉദാഹരണം പറഞ്ഞത്. നോക്കൂ, ഇത് നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണ് ഈ മഖ്സദ്? ഒരു ആരാധനയുടെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് ബോധ്യമായാൽ എന്ത് കിട്ടും? നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങൾ കിട്ടും. ഒന്നാമത്തേത്, നമുക്ക് ആ ഇബാദത്തിനെ അനുഭവിക്കാൻ സാധിക്കും, ആസ്വദിക്കാൻ സാധിക്കും, ഒരു സുഖത്തോടു കൂടി അത് ചെയ്യാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. നോക്കൂ, ഖുശൂഅോടുകൂടി നമസ്കരിച്ച ഒരാൾ, ഖുശൂ ഇല്ലാത്ത ഒരാൾ, 2 തുല്യ. ഖുശൂഅോടുകൂടി നമസ്കരിച്ച ഒരാൾ, അദ്ദേഹം നമസ്കാരത്തെ അനുഭവിക്കുകയായിരുന്നു.
ആസ്വദിക്കുകയായിരുന്നു. നൃത്തം എത്ര നീണ്ടാലും അയാൾക്ക് പ്രശ്നമല്ല, സുജൂദ് എത്ര നീണ്ടാലും അയാൾക്ക് പ്രശ്നമല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് നീര് വന്ന് കനത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് നമസ്കാരത്തിൽ നിന്നിട്ട് അനക്കാൻ പറ്റാത്ത മാതിരി ആയിത്തീർന്നു എന്ന്, അല്ലേ? എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല ക്ഷീണവും ഉണ്ടായോ? ഇല്ലല്ലോ. എന്താ കാര്യം? കാലിങ്ങനെ നീര് വന്നാൽ നമുക്കൊക്കെ പ്രയാസം ഉണ്ടാവില്ല, നടക്കാൻ കഴിയൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുഭവിക്കുകയായിരുന്നു, ആസ്വദിക്കുകയായിരുന്നു. ഇതാണ് സത്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഹൃദയത്തിന് ആനന്ദവും ആത്മാവിന് സമാധാനം നൽകും എപ്പോൾ ഈ ഒരു ആന്തരികമായ സത്ത നമുക്ക് ഇബാദത്തുകളിൽ കിട്ടിയാൽ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്താണ് ഈ ഇബാദത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് അത് നമുക്ക് കിട്ടും. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് ബോധ്യമായാൽ, എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത്, ഇതുകൊണ്ട് കിട്ടേണ്ടത് എന്താ? ഇതൊരു കേവലം കർമ്മമല്ലല്ലോ, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ആരാധനകൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അത്യന്തം ഗൗരവമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അവൻ നമുക്ക് നിർബന്ധമാക്കിയ അല്ലെങ്കിൽ നമുക്ക് നിയമമാക്കിയ ഓരോ ആരാധനക്കും നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടാകണം. ഉണ്ടാകാതെ ഇരിക്കൂല. ഇപ്പൊ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ റബ്ബ്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അല്ലേ? എന്താ? നമസ്കാരം മനുഷ്യനെ ചീത്ത കാര്യങ്ങളിൽ നിന്ന്, ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തടയും എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളിൽ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ നമസ്കരിക്കുമ്പോൾ തന്നെ അവർ ഹറാമിൽ അലസത കാണിക്കുന്നു, അല്ലേ? പാപങ്ങളിൽ ചെന്ന് വീഴുന്നു. എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? അല്ലാഹു പറയുന്നത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറയുന്നു. നമസ്കാരം അവനെ ചീത്ത കാര്യങ്ങൾ തടയും. പക്ഷെ ഇവൻ പാപങ്ങളിലേക്ക് ചെന്ന് വീഴുന്നു. ഹറാമുകളോട് ഒരു അലസത കാണിക്കുന്നു. എന്താ മനസ്സിലാക്കേണ്ടത്? നമസ്കാരം അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ ഫലം സൃഷ്ടിച്ചില്ല. അപ്പൊ ഈ രണ്ട് സംഗതികളാണ് യഥാർത്ഥത്തിൽ ഈ മഖ്സദുകൾ നമുക്ക് നൽകുന്നത്. അതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള ഒരാളുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഓർക്കേണ്ടതല്ലേ അത്? ഇവന്റെ നമസ്കാരത്തിന് ഒരു ഗുണവും അവന് കിട്ടുന്നില്ല. നമസ്കരിച്ചതിന്റെ ഒരു ഫലവും അവന് കിട്ടുന്നില്ല. ഈ നമസ്കരിച്ചതിന്റെ ഫലം കിട്ടുന്ന ഒരുത്തനും അതല്ല കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമസ്കരിച്ചവനും തുല്യമാണോ? അല്ലല്ലോ. ഇത് തന്നെയാണ് സഹോദരന്മാരെ, ഇപ്പൊ നോമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ഇത് തന്നെയാണ് ഹജ്ജിന്റെ കാര്യത്തിലും നാം ശ്രദ്ധിക്കേണ്ടത്. ഹജ്ജ് എന്ന് പറയുന്നത് കേവലം അതിന് രണ്ട് വശമുണ്ട്, ബാഹ്യമായ വശമുണ്ട്. ഈ ബാഹ്യമായ വശമാണ് നമ്മൾ എല്ലാവരും പരിഗണിക്കുന്നത്, അതാണ് പഠിക്കുന്നത്, അതിനാണ് ക്ലാസ്സുകൾ, നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനാണ്, അല്ലേ? ഓരോന്നിങ്ങനെ എണ്ണി അതിൽ ഉംറയുണ്ട്, പിന്നെ മിനയിലുള്ള നൃത്തമുണ്ട്, അറഫയിലുള്ള നൃത്തമുണ്ട്, മുസ്ദലിഫയിലുള്ള രാപ്പാർക്കലുണ്ട്, കല്ലെറിയലുണ്ട്, എല്ലാം ഉണ്ട്. ഇതതിൻ്റെ ബാഹ്യമായ വശമാണ്, അല്ലേ? ഇത് മതിയോ? ഇത്രയും പണം ചെലവഴിച്ച് ഇത്രയും അധ്വാനിച്ച് ചെയ്യുന്ന ഈ കർമ്മത്തിന് ഒരു ആന്തരിക വശമില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതിലേക്ക് നമ്മൾ എത്തണ്ടേ? അപ്പോഴല്ലേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിയിലൂടെ സുവിശേഷം അറിയിച്ച പ്രതിഫലം കിട്ടുകയുള്ളൂ. അതാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് അത്? ഹജ്ജിന്റെ ആ ഉദ്ദേശ ലക്ഷ്യം, മഖ്സദ് എന്താണ്? അതിലേക്ക് നമ്മൾ എത്തണം. എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. രണ്ട് കാര്യത്തിനാ. ഒന്ന്, അത് അനുഭവിച്ച് ചെയ്യാൻ, ആസ്വദിച്ച് ചെയ്യാൻ. രണ്ട്, എന്താണോ ആ ആരാധന കൊണ്ട് അള്ളാഹു നമ്മിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റം അതുണ്ടാകാൻ. ഇതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇതിൽ അടിസ്ഥാനപരമായി ഹജ്ജിനെ കുറിച്ച് ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എല്ലാ ഇബാദത്തുകൾക്കും രണ്ട് വശമുണ്ട്. ഒന്ന് അതിൻ്റെ ബാഹ്യമായ വശമാണ്, രണ്ടാമത്തേത് അതിൻ്റെ ആന്തരികമായ വശമാണ്, അല്ലേ? നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമായല്ലോ, ആവശ്യമാണ് എന്നും ബോധ്യമായല്ലോ. അപ്പോൾ അതിൽ ആ ബാഹ്യമായ വശം മാത്രം വന്നാൽ എന്തോ ചെറിയ ന്യൂനതകൾ നമ്മുടെ കർമ്മങ്ങളിൽ വരും എന്ന് നമുക്ക് ബോധ്യമായില്ലേ? ഇല്ലേ? അവിടെയാണ് നമ്മൾ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് സഹോദരന്മാർ.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും. നോക്കൂ, ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഒരു കാരണമായി ഹജ്ജിൻ്റെ കാരണമായി പറയുന്ന ഒരു സംഗതിയുണ്ട്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, ലിയദ്കുറുസ്മല്ലാഹ് എന്ന് ധാരാളം സ്ഥലം, ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറുസ്മല്ലാഹ് ഫി അയ്യാമിൻ മഅലൂമാത്ത്. ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും. എന്താണ്? ഒരുപാട് മനാഫിഅകൾക്ക് സാക്ഷികളാവാൻ, ഒരുപാട് ഉപകാരങ്ങൾക്ക് സാക്ഷികളാകാൻ, അള്ളാഹുവിനെ ധാരാളമായി ഈ ദിവസങ്ങളിൽ ദിക്ർ ചെയ്യാൻ, സ്മരിക്കുവാൻ. ശരിക്കും ശ്രദ്ധിച്ചോ? അപ്പോൾ ഹജ്ജിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉദാഹരണം കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ഓരോ കർമ്മങ്ങളും പറഞ്ഞുതരാം, അപ്പം മനസ്സിലാവും. അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ദിക്റാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. നോക്കൂ, നിങ്ങൾ ഹജ്ജിനെ കുറിച്ച് പഠിച്ചെടുത്ത് എവിടെയെങ്കിലും ഹജ്ജിൻ്റെ വാജിബായോ ഹജ്ജിൻ്റെ റുക്നായോ ദിക്ർ പഠിച്ചോ? ഇല്ലല്ലോ. എന്താ? കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അറഫയിൽ നിൽക്കൽ റുക്നാണ്, അറഫയിൽ നിന്നിട്ടില്ലെങ്കിൽ ഹജ്ജ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് എന്തിനാ? അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്ന കർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഹജ്ജ് നഷ്ടപ്പെടുമോ? ഏതെങ്കിലും ഫിഖ് ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ വാജിബായ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫിദിയ കൊടുക്കണം, ഹജ്ജിന് പ്രായശ്ചിത്തം നൽകണം. റുക്ന് പോയാലോ ഹജ്ജ് തന്നെ പോകും. ദിക്ർ പോയാലോ എവിടെയും കാണുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഒരു ഫിഖ് ഗ്രന്ഥത്തിലും ഇല്ല, ആരും പറഞ്ഞു തീർക്കാനില്ല. എന്തുകൊണ്ടായിരിക്കണം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നോക്കൂ, മഖ്സദ്, ലക്ഷ്യം എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ കർമ്മത്തിൻ്റെയും കൂടപ്പിറപ്പാണ്. അത് വേറെ പറയേണ്ടതല്ല. ഓരോന്നിൻ്റെയും മുസാഹിബാണ്, എൻ്റെ കൂടെയുണ്ട്. അറഫയിൽ നിൽക്കുന്നതിൻ്റെ കൂടെയുണ്ട് എന്ത്? ദിക്ർ. മിനയിൽ താമസിക്കുന്നതിൻ്റെ മബീത്തു മിനയുടെ കൂടെയുണ്ട് എന്ത്? ദിക്ർ. റമ്യുൽ ജംറകളിൽ കല്ലെറിയുന്നതിൻ്റെ കൂടെ എന്തുണ്ട്? ദിക്റുണ്ട്. കാരണം നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ഫുഖഹാക്കൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധമായതല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായശ്ചിത്തം കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിധം വലുതാണെന്ത്? മഖ്സദ്. വാജിബാത്തുകൾ പ്രായശ്ചിത്തം കൊണ്ട് പരിഹരിക്കാം, ഫിദിയ കൊണ്ട് പരിഹരിക്കാം. പക്ഷെ മഖ്സദ് എന്ന് പറയുന്നത് പ്രായശ്ചിത്തം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. കാരണം എന്താ? അതതിൻ്റെ ആത്മാവാണ്, റൂഹുൽ ഹജ്ജാണ്. ഏതുപോലെ നമസ്കാരത്തിന്റെ റൂഹാണ് ഖുശൂ എന്ന് പറഞ്ഞതുപോലെ, നോമ്പിന്റെ റൂഹാണ് തഖ്വ എന്ന് പറഞ്ഞതുപോലെ, ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഹജ്ജിന് ഒരുപാട് മഖാസിദുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഫുഖഹാക്കൾ അവഗണിച്ചതല്ല, അല്ലെങ്കിൽ ഹജ്ജിനെ പറ്റി പഠിപ്പിക്കുന്നവർ അവഗണിച്ചതല്ല, മറിച്ച് നോക്കൂ, നമസ്കാരത്തിൽ ഖുശൂ എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നമ്മുടെ കർമ്മങ്ങളെ അനുഗമിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് അതിനെ സ്വതന്ത്രമായ ഒരു റുക്നായി എണ്ണിയിട്ടില്ല. അത് വേറെ നിർവഹിക്കുന്ന ഒന്നല്ല. ഖുശൂ നമസ്കാരത്തിന്റെ ആത്മാവാണ്. അതുപോലെയാണ് ഹജ്ജും. ഹാജി സത്യത്തിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കുക എന്നത് ഹാജി അനുഭവിക്കുന്ന ഹജ്ജിന്റെ ആത്മാവാണ്. ഞാൻ ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് ഇത്ര വിശദീകരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ ടിക്ക് ചെയ്യാൻ പോവുക. എന്ത്? ഉംറ കഴിഞ്ഞു അല്ലേ, ഇനി 8-ന് കഴിഞ്ഞു, 9-ന് അറഫയിൽ കഴിഞ്ഞു, 10-ന് 5 കർമ്മം ചെയ്യാണ്ട് ഓരോന്ന് കഴിഞ്ഞു, അങ്ങനെ ഇതിൽ തീർന്നു നമ്മുടെ ഹജ്ജ്. ഇതല്ല സത്യത്തിൽ ഹജ്ജ്, ഇതല്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ട സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒന്ന്, ഹജ്ജിന് ബാഹ്യമായ വശമുണ്ട്. ആ ബാഹ്യമായ വശം വളരെ പ്രധാനപ്പെട്ടതാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ
അതിനേക്കാൾ വലിയ ആന്തരികമായ വശം മഖ്സദ് ഹജ്ജിനുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം. നമ്മൾ നമസ്കാരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ നമസ്കാരത്തിനൊരു ബാഹ്യമായ വശമുണ്ട്. പക്ഷേ അത് നമസ്കാരത്തിന്റെ സിഫത്തു സ്വലാത്താണ്, നമസ്കാരത്തിന്റെ രൂപമാണ്. മതിയോ? പോരാ. നമുക്ക് നമസ്കാരത്തിന്റെ റൂഹായ ഖുശൂ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ഹജ്ജിന് ഒരുപാട് സിഫത്തുകളുണ്ട്. നമസ്കാരത്തിന്റെ സിഫത്ത് പറഞ്ഞതുപോലെ. പക്ഷേ പോരാ, ഹജ്ജിന്റെ റൂഹ് നമുക്ക് കിട്ടണം. ഹജ്ജിന്റെ റൂഹ് നമുക്ക് കിട്ടണം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനെയാണ് സഹോദരന്മാരെ നാം ഉൾക്കൊള്ളേണ്ടത്. അതാണ് നമ്മുടെ ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയവും. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, ഇങ്ങനെ ഒന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്നുവെങ്കിൽ, ഇങ്ങനെ ചെയ്തെങ്കിലേ അള്ളാഹു പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിഫലത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമുക്കുണ്ടാകണം. ആ ബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിൽ പലരും പല പ്രാവശ്യം ഹജ്ജ് ചെയ്തവരായിരിക്കുമല്ലോ, അല്ലെ? ഹജ്ജിന്റെ ബാഹ്യമായ രൂപമല്ലേ അന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചത്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രമാത്രം ദീർഘമായ യാത്ര നടത്തി, ഇത്ര വലിയ പണം ചെലവഴിച്ച്, മാനസികമായ ക്ലേശമനുഭവിച്ച്, ശാരീരികമായ ക്ലേശമനുഭവിച്ച് ചെയ്യുന്ന ഈ ഹജ്ജ് എന്ന് പറയുന്നത് കേവലം ഈ ചടങ്ങ് മാത്രമായിരിക്കുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും ആകാൻ സാധ്യതയില്ലല്ലോ. അല്ലല്ലോ. നമ്മൾ സത്യത്തിൽ നമുക്ക് പറ്റിയ അബദ്ധം, നമ്മൾ ഹജ്ജിന്റെ പുറം രൂപം മാത്രമാണ് പരിഗണിച്ചത്. അതിൻ്റെ ആന്തരിക രൂപം നമ്മൾ പരിഗണിച്ചില്ല. അതാണ്. നോക്കൂ, ഇത്രയും സമയം ചെലവഴിക്കുന്ന, ഇത്രയും പണം ചെലവഴിക്കുന്ന, ഇത്രയും പരിശ്രമം ചെലവഴിക്കുന്ന, വളരെ ഒരുക്കത്തോടു കൂടി ചെയ്യുന്ന ഒരു കർമ്മത്തിന് ഇത് കല്ലെറിഞ്ഞാൽ തീരോ വിഷയം? അല്ലെങ്കിൽ തവാഫ് ചെയ്താൽ തീരോ വിഷയം? ഇല്ല സഹോദരന്മാരെ, ഇല്ല. നോക്കൂ, ഇന്ന് ഹജ്ജിന് പോകുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള ചിന്ത എന്താ? വേഗം തീർക്കണം എന്നാ, അല്ലേ? നിങ്ങൾ ആലോചിച്ചു. 8 ദുൽഹജ്ജ് 8 മിനയിൽ ചെന്ന് നിന്നാലുള്ള ചിന്ത വേഗം അറഫയിലെത്തണ്ടിനൂന്ന്. അറഫയിലെത്തിയാലോ എങ്ങനെ ഇപ്പൊ മുസ്ദലിഫയിലെത്തുക? വേഗം മുസ്ദലിഫയിലെത്തിയാലോ നാളെ പെട്ടെന്ന് കല്ലെറിഞ്ഞ് തീരണം. നോക്കൂ, ഇതാണ് ചിന്ത. ഉടനെ തീർക്കണം എന്ന ചിന്തയാണ്. ചിലർക്ക് ഭാരമാണ്, തീർത്തിട്ടില്ലെങ്കിൽ ഒരു ഭാരം. ഇതിൽ നിന്നാണ് നമ്മൾ മാറേണ്ടത്. ഇത് നമുക്ക് ഓരോ സ്ഥലത്തും ചെന്ന് അവിടെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യാൻ നമുക്കാവണം. അതാണ് വേണ്ടത്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതാണ് സത്യത്തിൽ ഹജ്ജിന്റെ മർമ്മം എന്ന് പറയുന്നത്. നോക്കൂ, ഈ ഒരു തത്വത്തിലേക്ക്, ഹജ്ജിന്റെ ഈ ഒരാത്മാവിനെ കണ്ടെത്തണം എന്ന ഈ തത്വത്തിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് സത്യത്തിൽ നമ്മുടെ ഹജ്ജിന് സ്വർഗം പകരമായി കിട്ടാനുള്ള, സ്വർഗം പ്രതിഫലമായി കിട്ടാനുള്ള ഏക മാർഗം. അത് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ ഹജ്ജ് കർമ്മത്തിന് ഒരുപാട് സവിശേഷത നിങ്ങൾ ശ്രദ്ധിച്ചോ. മറ്റേത് കർമ്മവും നമുക്ക് എവിടെ വെച്ചും ചെയ്യാം. ഹജ്ജ് കർമ്മം ചെയ്യണമെങ്കിലോ നമ്മൾ മക്കയിലേക്ക് തന്നെ പോകണം, അല്ലേ? എന്തുകൊണ്ടായിരിക്കും മക്കയിലേക്ക് തന്നെ വരണം എന്ന് തീരുമാനിച്ചത്? നോമ്പ് അവന്റെ നാട്ടിൽ വെച്ച് അവന് നോൽക്കാം, സക്കാത്ത് അവന്റെ നാട്ടിൽ വെച്ച് നിർവഹിക്കാം, നമസ്കാരം അവന്റെ നാട്ടിൽ വെച്ച് നിർവഹിക്കാം. ഹജ്ജ് അവന്റെ നാട് ഒഴിവാക്കണം, കുടുംബക്കാരെ ഒഴിവാക്കണം, സ്നേഹിതന്മാരെ ഒഴിവാക്കണം, ജീവിച്ച് വളർന്ന സാഹചര്യം ഒഴിവാക്കണം, എന്നിട്ട് പോകണം മക്കത്തേക്ക്, വരണം മക്കത്തേക്ക്. സുബ്ഹാനല്ലാഹ്. അത് നിങ്ങൾ ആലോചിച്ചോ. നോക്കൂ, ആയുസ്സിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, ബാക്കിയൊക്കെ എപ്പോഴും ചെയ്യണം. ഒറ്റ പ്രാവശ്യം എന്ന് വെച്ചാൽ ആ ഒരൊറ്റ പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി തന്നെ ആ മനുഷ്യന്റെ തല മുതൽ പാദം വരെ അവൻ പരിശുദ്ധമാവുകയാണ്, അവൻ തഖിയാവുകയാണ്, സാലിഹാവുകയാണ്, അവൻ സ്വർഗത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു മനുഷ്യനായി മാറുകയാണ്. അവൻ അവന്റെ ഉമ്മയെ പ്രസവിച്ചവനെ പോലെ ആവുകയാണ്. അവനൊരു പുതിയ ജന്മം കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലാവും,
തീർന്നില്ല. നോക്കൂ, വീണ്ടും നബി പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നല്ല ഹജ്ജ് ചെയ്താൽ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു തരും. വീണ്ടും പറഞ്ഞു നബി, അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫ്ദുല്ലാഹ് ഇൻ ദഉ അജാബഹും വഇൻ ഇസ്തഗ്ഫറു ഗഫറ ലഹും. അല്ലാഹുവിലേക്ക് വന്ന സംഘങ്ങളാണ് അവർ, അള്ളാഹുവിലേക്ക് വന്ന നിവേദക സംഘങ്ങളാണ്. അവർ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും, അവർ ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കൂ, ഇതാണ് ഹജ്ജ്. ഒരു ഹാജി ആലോചിക്കും, ഒരു ഹാജി അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച ധനം ചെലവഴിക്കുകയും അതിനായി ഭയങ്കര, നോക്കൂ, ആ ധനം സമ്പാദിക്കാൻ വേണ്ടി അവൻ എല്ലുമുറിയെ പണിയെടുത്തിട്ടുണ്ടാവും, അല്ലേ? മുടി നിരക്കുന്നത് വരെ ജീവിതം തന്നെ ചെലവഴിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഹാജിമാര്, സാധാരണ ജനങ്ങൾ ഹജ്ജിന് പണമുണ്ടാക്കുന്നത്. എന്നിട്ട് അത് അങ്ങനെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം കൊണ്ട് ഹജ്ജിന് വന്നിട്ട് അത് കേവലം അതിൻ്റെ ബാഹ്യരൂപം മാത്രം നിർവഹിച്ച് മടങ്ങുക എന്നത് വലിയ നഷ്ടമല്ലേ കൂട്ടരെ? വലിയ അനീതിയല്ലേ? വലിയ നഷ്ടമല്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരണം. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ ഹജ്ജിൻ്റെ യഥാർത്ഥ സത്തയിലേക്ക് വരണം, ഹജ്ജിൻ്റെ ജീവനിലേക്ക് വരണം, ഹജ്ജിൻ്റെ ജീവനിലേക്ക് വരണം. അതാണ് പ്രധാനം സഹോദരന്മാരെ. അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് പ്രാധാന്യം ഈ ഒരു പഠനത്തിനുണ്ട്. ഹജ്ജിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിലൊന്നാമത്തേത് ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി. എല്ലാ ഇബാദത്തും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇബാദത്തുകൾക്കും രണ്ട് വശമുണ്ട്. അതിൻ്റെ ലാഹിറുമുണ്ട്, ബാത്തിനുമുണ്ട്. പ്രകടമായ വശവുമുണ്ട്, ആന്തരികമായ വശവുമുണ്ട്. ഇത് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൻ്റെ പ്രകടമായത് എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ റുക്നുകൾ, വാജിബാത്തുകൾ, ഷർത്തുകൾ, സുന്നത്തുകൾ, അതൊക്കെയാണ്. അതിൻ്റെ ബാത്തിനെന്താ? അതിൻ്റെ ഉൾക്കാമ്പ് എന്താ? ഹജ്ജ് എന്ന കർമ്മം നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയപ്പോൾ അതിന് ചില ഹിക്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. രണ്ടാമത്തേതായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിൽ ഒരു ആരാധനയുടെ മഹത്വം എത്ര ഉയരുന്നുവോ അത്രയും അതിന് പ്രാധാന്യമുണ്ട്. അതാണ്, മഹത്വം എത്ര ഉയരുന്നുവോ അത്രയും അതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹജ്ജിന്റെ മഹത്വം എത്ര വലുതാ. അപ്പം അതുകൊണ്ട് അതിനത്രയും പ്രാധാന്യമുണ്ട്, അതിനത്രയും ഉന്നതമായ ലക്ഷ്യമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. നോക്കൂ, ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. മൂന്നാമത്തെ കാര്യം, ആരാധനകളുടെ ലക്ഷ്യങ്ങളെ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. ആ ലക്ഷ്യങ്ങളെ അവഗണിക്കുക എന്നത് അവയുടെ നിർവഹണത്തിൽ ഒരു പ്രായോഗിക കുറവാണ്, ശരിക്ക് ഒരു ന്യൂനതയാണ്. അപ്പോൾ നമ്മൾ ആ ലക്ഷ്യങ്ങളെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് സംസാരിക്കണം. ഹജ്ജിനെക്കുറിച്ച് പറയുന്നവർ ഹജ്ജിൻ്റെ ബാഹ്യകർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അതിൻ്റെ ഈ ആന്തരികമായ ജീവനെക്കുറിച്ച് പറയണം, സംസാരിക്കണം. അതാണ്. ഇതൊരു പുതിയ നിരീക്ഷണമല്ല. പഴയ പണ്ഡിതന്മാർ മുഴുവൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് പഴയ ഗ്രന്ഥങ്ങളിലൂടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എത്തണം. സഹോദരന്മാരെ, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുക എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ കിതാബിലൂടെയും റസൂലിൻ്റെ സുന്നത്തിലൂടെയുമാണ്. അള്ളാഹുവിൻ്റെ കിതാബ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ്. എന്താണ് ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ് എന്ന് പറയുമ്പോൾ ഹജ്ജിന്റെ കാരണം പറയാണ്, ഹജ്ജിന്റെ ലക്ഷ്യം പറയുകയാണ്. അത് വളരെ കൃത്യമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിനെ കുറിച്ച് പ്രഖ്യാപിച്ചോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് പറയുന്നത്. എന്തിനാ ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ്. അപ്പോൾ ശരിക്ക് ഖുർആനിൽ തന്നെ ഉണ്ട് അത്. ഇനി രണ്ടാമതൊന്ന്, ഇത് മഖാസിദുകൾ മനസ്സിലാക്കാനുള്ള വഴി ഇസ്തിംബാത്തുകളാണ്. ഇസ്തിംബാത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മളത് മനസ്സിലാക്കിയെടുക്കാം. ഒരു ഉദാഹരണമാണ്, ഹജ്ജിന്റെ മഖ്സദുകളിൽപ്പെട്ടതാണ് തഖ്വ.
തഖ്വ. പക്ഷെ നോമ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ ലഅല്ലക്കും തത്തഖൂൻ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഹജ്ജിനെ കുറിച്ച് ഖുർആൻ എവിടെ പ്രതിപാദിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എന്തുണ്ട്? തഖ്വ ഉണ്ട്. ഭയങ്കര അത്ഭുതം. തഖ്വ പറയാത്ത ഒരു ആയത്തും ഖുർആനിൽ ഹജ്ജിനെ പറ്റിയില്ല. ഹജ്ജിനെ പറ്റിയുള്ള യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞത് എന്താ? ഫഇന്ന ഖൈറസ്സാദി വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. യാത്ര മുതൽ തുടങ്ങുന്നു. എല്ലാറ്റിലും നോക്കൂ, അവസാനം പിരിഞ്ഞു പോരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പിരിഞ്ഞു പോരാം, അല്ലെങ്കിൽ 3 ദിവസം നിൽക്കാം. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. എന്നിട്ട് എന്താ പറഞ്ഞത്? ലിമനിത്തഖ. തഖ്വയാണ് വിഷയം. 2 ദിവസം നിന്നാലും കുഴപ്പമില്ല, 3 ദിവസം നിന്നാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം. അതാണ് ഇത്. എവിടെ നമുക്ക് കിട്ടുന്നത്? ഈ ആയത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിയെടുക്കണം എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ മഖ്സദുകൾ നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ഒന്നാമത്തെ മാർഗം അള്ളാഹു കൃത്യമായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നസ്സുകളിൽ നിന്നും തെളിവുകൾ കിട്ടും. രണ്ടാമത്തെ മാർഗം അള്ളാഹു ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ ആഴത്തിൽ ചിന്തിച്ച് ഗവേഷണം നടത്തുമ്പോൾ നമുക്ക് കിട്ടും. ഇതാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ഹജ്ജാണ്, ഈ ഒരു ഹജ്ജിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഹജ്ജാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും കിട്ടേണ്ടത്. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹജ്ജ് പരിപൂർണമാകുന്നത്. ആ ഹജ്ജിൻ്റെ പരിപൂർണത, ആ ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ രീതിയിലുള്ള ഒരു ഹജ്ജിൻ്റെ ഉടമയായി, ഒരു സ്വർഗത്തിൻ്റെ ഉടമയായി നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ മാത്രമാണ്. അതിനാണ് നമ്മളത് ഈ കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കണം എന്ന് പറയുന്നത്. നോക്കൂ, ഹജ്ജിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ തഖ്വയുമായി ഇതിന് ഭയങ്കര അത്ഭുതകരമായ ബന്ധം. ഭയങ്കര രസമാണ്. സൂറത്ത് ബഖറയിൽ ഹജ്ജിനെ കുറിച്ച് വിവരിക്കുന്നത്, അവസാനിപ്പിക്കുന്നത് അല്ലാഹു എങ്ങനെയാണെന്നറിയോ? വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞിട്ടാ. വേറൊരു സ്ഥലത്ത് സൂറത്തുൽ ബഖറയിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് വത്തഖുല്ലാഹ് വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. എല്ലായിടത്തും അതാ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. മിനയിൽ താമസിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് 2 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം താമസിച്ചോ, പക്ഷേ ലിമനിത്തഖ അല്ലേ. സൂറത്ത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് എന്താ? ദാലിക വമൻ യുഅള്ളിം ശഅഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭയങ്കര രസകരമാണ്. അപ്പൊ എന്താ ഹാജി ആരായിരിക്കണം? അതാണ് ഹാജിക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മഖ്സദുകളിൽ ഒന്നാണ് എന്ത്? തഖ്വ. അത് നമ്മൾ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. അപ്പൊ നോക്കൂ, ഇത് ഓരോന്നിലും അതാണ്. നോക്കൂ, നമ്മൾ എപ്പോഴാണ് ഒരു മുത്തഖിയായി മാറുന്നത്? എപ്പോഴാ? ഈ കർമ്മം നിർവഹിച്ച് നാട്ടിലേക്ക് പോയാൽ ആകുമോ? ഇല്ല. ഓടിയും തവാഫ് സായിയും പോയാൽ ആകുമോ? മിനയില്ലാത്ത താമസിച്ചാലാവും? ഇല്ല. മറിച്ച് നമ്മൾ അബ്ദുൻ തഖിയാകണം. എങ്ങനെയാണുക? അതിനുശേഷം നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മാത്രമാകണം. അതാണ് നമുക്കെല്ലാവർക്കും മുത്തഖികളാകാൻ സാധിക്കും. തഖ്വയുടെ വാതിൽ അള്ളാഹു അടച്ചിട്ടില്ല. അത് സഹാബത്തിന് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് മാത്രമുള്ളതല്ല. ആ വാതിൽ അടച്ചിട്ടില്ല. ആ വാതിലിലേക്ക് നമ്മൾ പ്രവേശിക്കാനാണ് അള്ളാഹു നമുക്ക് ഹജ്ജ് തന്നിട്ടുള്ളത്. അതിനു വേണ്ടിയാണ്. അങ്ങനെ ഒരു സൂക്ഷ്മതയുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തിരിച്ചു പോകാനാണ് യഥാർത്ഥ സഹോദരന്മാരെ നമുക്ക് അള്ളാഹു ഈ കർമ്മം തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കർമ്മം യഥാർത്ഥ ഹജ്ജായി മാറുകയുള്ളൂ. അങ്ങനെയുള്ള ഹജ്ജിൻ്റെ ഉടമകളാകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഇതിൽ നിന്ന് നമ്മൾ പോയാൽ, ഈ ഹജ്ജിൻ്റെ മഖ്സദുകൾ പരിപൂർണമായി മനസ്സിലാകാതെ പോയാൽ ഒരുപാട് നഷ്ടം നമുക്ക് സംഭവിക്കാനുണ്ട്. നമ്മുടെ ഇബാദത്തുകളിൽ ഭയങ്കരമായ ന്യൂനത വരും. നമസ്കാരത്തിൽ ഖുശൂ ഇല്ലെങ്കിൽ ന്യൂനത വരുന്നത് പോലെ, മനസ്സിലായില്ലേ? ഹജ്ജിൽ ന്യൂനത വരും.
2, നമുക്ക് ഹജ്ജിനെ ആസ്വദിക്കാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ചിന്ത തീരണം, തീർക്കണം, തീർത്തു പോകണം എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഹലാവത്ത് കിട്ടൂല, രുചി കിട്ടണം, ഹജ്ജിൻ്റെ രുചി കിട്ടണം. ഹജ്ജിൻ്റെ രുചി കിട്ടുമ്പോഴേ സത്യത്തിൽ അത് പൂർണ്ണമായ ഹജ്ജായി മാറുകയുള്ളൂ. ഇങ്ങനെ സഹോദരന്മാരെ, ഈ രീതിയിൽ ചിന്തിക്കുന്ന, ഈ രീതിയിൽ ഹജ്ജിൻ്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയവുമായി ബന്ധിപ്പിക്കണം. നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സുമൊക്കെ ജീവിതത്തിൽ ഇനി ഈ ഹജ്ജിൻ്റെ ലക്ഷ്യം എനിക്ക് കിട്ടണം എന്നതിലായിരിക്കണം. അതിനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഈ ഹജ്ജിൻ്റെ മഖാസിദുകൾ ലക്ഷ്യങ്ങൾ നമ്മൾ എണ്ണി പറയുന്നുണ്ട്. എണ്ണി പറയുമ്പോൾ ആ ലക്ഷ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കഫാറത്ത് കൊടുത്ത് രക്ഷപ്പെടാൻ സാധിക്കൂല. ഇല്ല, ഒരു പ്രായശ്ചിത്തം കൊടുത്ത് രക്ഷപ്പെടാൻ സാധിക്കൂല. പ്രായശ്ചിത്തമല്ല ഇതിന്. ഏതുപോലെ എന്ന് വെച്ചാൽ, നോക്കൂ, നമസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ സഹുവിൻ്റെ സുജൂദ് ഉണ്ടല്ലോ, മറവിയുടെ സുജൂദുണ്ട്, ഇല്ലേ? എന്നാൽ ഖുശൂ നഷ്ടപ്പെട്ട മറവിൻ്റെ സുജൂദുണ്ടോ? ഇല്ലല്ലോ. എന്തല്ലാത്തത്? അത് പിന്നെ ഒരു സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണെന്ത്? ഖുശൂ. അതുപോലെയാണ് ഈ ഹജ്ജിനെ കുറിച്ച് നമ്മൾ ഇനി പറയാൻ പോകുന്ന ലക്ഷ്യങ്ങൾ, മഖാസിദുകൾ എന്ന് പറയുന്നത് ഒരു പ്രായശ്ചിത്തം കൊണ്ട് തീർക്കാൻ കഴിയില്ല. കാരണം അതിനേക്കാൾ മുകളിലാണത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പരിപൂർണമായി ഉണ്ടാകേണ്ടതാണ് എന്നർത്ഥം. നോക്കൂ, ഇങ്ങനെ നമ്മൾ ഈ ഹജ്ജ് എന്ന് പറയുന്നത് ശരിയായ രൂപത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിച്ചുകൊണ്ട് അത് നിർവഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത് ആനന്ദപ്രദമാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ അത് നിർവഹിച്ചതിന് ശേഷം നമുക്ക് ഹജ്ജ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുള്ളതായി തീരുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഹജ്ജ് നിർവഹിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഓരോ ഹജ്ജിന് അല്ലാഹു നിശ്ചയിച്ച ഓരോ ലക്ഷ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി, ആ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിച്ച്, ആ ലക്ഷ്യങ്ങൾ ഹജ്ജിൻ്റെ ഓരോ കർമ്മത്തിലും എപ്രകാരമാണ് നാം ഓരോ കർമ്മത്തിൽ നിന്നും എപ്രകാരമാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അള്ളാഹു അങ്ങനെ ഉള്ള ഒരു ഹജ്ജ് നിർവഹിച്ച് നോക്കൂ. കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിലുണ്ടാകേണ്ടത് സ്വർഗമാണ്. നമ്മുടെ മുമ്പിലുണ്ടാകേണ്ടത് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതുപോലെയുള്ള നിഷ്കളങ്കമായ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തണമെന്നതാണ്. ആ ഒരു ചിന്തയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഖബൂലും മബ്രൂറുമായ ഹജ്ജായി നമ്മുടെ ഹജ്ജിനെ അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.